മാത്രമേ മരിക്കാവുള്ളൂ. നിങ്ങളെല്ലാരും കൂടെ കൊന്നത് എന്റെ അച്ഛനെ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും കല്ലറ പൊളിക്കുന്ന ഒരു മകൻ്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ന്യൂസ് ചാനലിലെല്ലാം വന്നിരുന്നു. അപ്പം കഴിഞ്ഞ ഡിസംബറിലാണ് അച്ഛനും അമ്മയും പൊള്ളലേറ്റ് മരിക്കുന്നത്. അതിൻ്റെ ന്യൂസ് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാവരും കണ്ടതാണ്. ആത്മഹത്യാ ഭീഷണി മുഴക്കി പെട്രോൾ ഒഴിച്ചതാണ്. ഒരു പോലീസുകാരൻ ലൈറ്റർ തട്ടിയപ്പോൾ ലൈറ്റർ ഇതാക്കി തീ പടർന്നാണ് രണ്ടുപേരും മരിക്കുന്നത്. അപ്പം ഈ സ്ഥലം അവരുടെ അല്ല എന്നാണ് പറയുന്നത്. അവരെ ആ സ്ഥലത്ത് നിന്ന് കോടതി വിധി അനുസരിച്ച് ഒഴിപ്പിക്കാൻ വന്ന പോലീസുകാരുടെ മുന്നിലാണ് അവരങ്ങനെ ചെയ്തത്. അപ്പം ഈ മകൻ പറയുന്നത് അവർ വിവരാവകാശം വെച്ച് ഇതെടുത്തപ്പോൾ വേറെ ആരുടെയോ പേരിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ വസന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്, അവർ വന്നിട്ട് ഇവരെ ഒഴിപ്പിക്കാനായിട്ട് കേസ് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അത് ആ മോനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വസന്ത എന്ന് പറയുന്ന സ്ത്രീയുടെ പേരിലുള്ള സ്ഥലത്തുനിന്ന് മാത്രമേ അവർക്ക് ഇവരെ ഇറക്കി വിടാൻ പറ്റുള്ളൂ. വേറെ ആരുടെയെങ്കിലും പേരിലുള്ള സ്ഥലത്തുനിന്ന് ഇറക്കി വിടാൻ വസന്ത എന്ന് പറയുന്ന ആൾക്ക് റൈറ്റ് ഇല്ല. അപ്പോൾ ഈ കുഞ്ഞ് പറയുന്നുണ്ട് കോടതിയും എല്ലാവരും കൂടെ അച്ഛനെയും അമ്മയും കൊന്നു. അത് അവൻ്റെ ആ ഒരു വികാര വിക്ഷോഭം നമുക്ക് മനസ്സിലാവും. ഒന്നാമത് അവൻ്റെ പ്രായം അതാണ്. പിന്നെ അവൻ പറയുന്നുണ്ട് 17 വയസ്സ് വരെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല, അമ്മയ്ക്ക് അസുഖമുള്ള ആളായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ അനുഭവങ്ങളാണ് അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. അവൻ്റെ ആ ഒരു മാനസിക ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർ അവനെ കൂടെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. അതല്ലാതെ അവനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവനെ കൂടുതൽ അവനെ അവൻ്റെ ചിന്തകളെ രാഷ്ട്രീയവൽക്കരിക്കാതെ അവനെ നിങ്ങളുടെ ചട്ടുകമാക്കി മാറ്റാതെ അവൻ്റെ ചില പ്രസ്താവനകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൻ്റെ ആ ഒരു എത്ര തീക്ഷ്ണമായിട്ടാണ് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചൊരു വൈൽഡായിട്ടുള്ള ചിന്തകളിലേക്ക് അവൻ്റെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ കൂടെ ഉള്ളവർ, നമ്മൾ ഈ മാനുഷിക പരിഗണന എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാർ നമ്മുടെ സഹജീവികളോടാണ് കാണിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും കോടതിക്ക് മാനുഷിക പരിഗണനയുടെ ബേസിൽ ഒരിക്കലും ഒരു കേസിന് ഉത്തരവ് പറയാൻ പറ്റത്തില്ല, തീർപ്പ് കൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കോടതി മാനുഷിക പരിഗണന കാണിച്ചില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കോടതിക്ക് ആവശ്യം തെളിവുകളാണ്. തെളിവനുസരിച്ച് ഈ വസന്ത എന്ന് പറയുന്ന സ്ത്രീക്ക് അവകാശപ്പെട്ട ഭൂമിയാണത്. അതുകൊണ്ടാണ് ഇവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത്. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഈ വസന്ത എന്ന് പറയുന്ന സ്ത്രീക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവർ 4 സെൻറ്റ് ഭൂമിയേ ഉള്ളൂ. അത് അപ്പം ശരിയാണ്, 4 സെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് തുച്ഛമായിട്ട് കാണാൻ പറ്റത്തില്ല, വില കുറച്ച് കാണാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ പോലും ഇനിയിപ്പോൾ ഈ കുഞ്ഞു മക്കൾ 2 പേരേ ഉള്ളൂ, അവരെടുത്തോട്ടെ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുക, അവർ വസന്ത മനസ്സോടെ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരതനുഭവിക്കട്ടെ. ഇനി ഇതെല്ലാം എങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ബോബി ചെമ്മണ്ണൂരൊക്കെ ഇവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു ഓഫറൊക്കെ ഇവർ നിരസിക്കുകയാണ് ചെയ്തത്. അപ്പം ഗവൺമെൻറ് കൊടുത്ത 10 ലക്ഷം തിരിച്ചു കൊടുക്കാമെന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പം അവരെ കൂടെ ചേർത്ത് നിർത്തി അവരെ സംരക്ഷിക്കാൻ, അവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരുടെ മാനസിക നില ശരിയാകുന്നത് വരെ അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താനാണ് ശ്രമിക്കേണ്ടത്.